നമസ്കാരം. സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യോഗ വിദ്യയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പലർക്കും കൗതുകമുള്ള ഒരു വിഷയമാണ് അമൃത് എന്നതിനെക്കുറിച്ച്. അതുപോലെ കുംഭമേളയെക്കുറിച്ച്. കുംഭമേളയുടെ ഐതിഹ്യം തന്നെ അമൃതുമായി ബന്ധപ്പെട്ടിട്ടാണ്. പാലാഴി മദനം കഥയുമായി ബന്ധപ്പെട്ടിട്ടാണ് കുംഭമേളയുടെ ഐതിഹ്യം പറയപ്പെടുന്നത്. അങ്ങനെ ഒരു പുരാവൃത്തം അതിന് കുംഭമേളയെക്കുറിച്ച് അങ്ങനെ ഒരു പുരാവൃത്തമുണ്ട്. അതായത് പാലാഴി മദനത്തിന് ശേഷം ലഭിച്ച അമൃത് അസുരന്മാര് തട്ടി പറിച്ച് കൊണ്ടുപോവുകയും ഗരുഡൻ അത് വീണ്ടെടുത്തിട്ട് വരികയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു കഥയുണ്ട്. അപ്പോ ഈ അമൃത് തൂവിപ്പോയ ഭാഗങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. അവിടെ നമ്മൾ സ്നാനം ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് ആ അമൃതിന്റെ അമരത്വം ലഭിക്കുന്നു എന്നുള്ള അതൊരു കഥയാണ്, പുരാണ കഥയാണ്. അതൊരു കഥ മാത്രമാണ്. പക്ഷെ അതിലൊക്കെ സിംബോളിക്കായിട്ട് അങ്ങനെ ഒരു കഥ പറയുമ്പോഴും അതല്ല അതിന്റെ യാഥാർത്ഥ്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുംഭമേള ശരിക്ക് ഒരു തരത്തിലുള്ള വിജ്ഞാന കൈമാറ്റമായിരുന്നു. ഈ യോഗവിദ്യ പല ആചാര്യന്മാര് പല ഗുരുക്കന്മാര് പല രീതികളിൽ യോഗവിദ്യ അഭ്യസിക്കുന്നുണ്ട് ഭാരതത്തിൽ. അപ്പോൾ അവർക്ക് അത് സാധാരണ ജനങ്ങൾക്ക് ആ വിദ്യ കൈമാറാൻ, അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ആ വിദ്യ നേടാൻ ഈ വിദ്യ അഭ്യസിക്കുന്ന ഗുരുക്കന്മാരെ, സന്യാസി വര്യന്മാരെ, യോഗി വര്യന്മാരെ കണ്ടുമുട്ടാനും അവരിൽ നിന്ന് ദീക്ഷ വാങ്ങാനും ആ വിദ്യ അഭ്യസിക്കാൻ, പരിശീലിക്കാനൊക്കെ ഉള്ള അവസരമായിട്ടാണ് ഈ കുംഭമേളകൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ ഭൂമിയിൽ ഉള്ള അല്ലെങ്കിൽ ഭാരതത്തിലുള്ള എല്ലാ യോഗിവര്യന്മാരും കുംഭമേള സമയത്ത് ഈ കുംഭമേള സ്ഥലത്ത് ഒത്തുകൂടുന്നു. അപ്പോൾ അവിടെ സാധാരണക്കാർക്ക്, ഈ യോഗവിദ്യയോട് ആഭിമുഖ്യമുള്ള സാധാരണക്കാർക്ക് അവിടെ ചെല്ലാം. പല മാർഗങ്ങളിൽ അവനവന് പറ്റുന്ന യോഗ ഗുരുവിനെ, ആചാര്യനെ നമുക്ക് കണ്ടെത്താം. അവരിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കാം, വിദ്യ സ്വീകരിക്കാം. അത് നമുക്ക് വീട്ടിൽ വന്ന്, മിക്കവാറും ഗൃഹസ്ഥന്മാരൊക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ അവർക്ക് അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ അടുത്തൊരു കുംഭമേളയ്ക്കായിരിക്കും ഈ ശിഷ്യന്മാരും ഗുരുക്കന്മാരും കണ്ടെത്തുന്നത്. അവർക്ക് അവിടെ വെച്ചിട്ട് അതുവരെ ചെയ്ത ക്രിയയുടെ പുരോഗതി പരിശോധിക്കാം, എന്തെങ്കിലും തിരുത്തലുകൾ വേണമെങ്കിൽ തിരുത്താം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിനുവേണ്ടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് കുംഭമേളകൾ എന്നാണ് ഏറ്റവും പുതിയ വ്യാഖ്യാനം. ഇതാണ് ഏറ്റവും ശരിയായ യുക്തിബദ്ധമായ വ്യാഖ്യാനം എന്ന് തോന്നുന്നു. ഇങ്ങനെ ലോകത്തിന് ഈ വിദ്യ നൽകാനുള്ള ഒത്തുചേരലാണ് കുംഭമേളകൾ എന്നാണ് കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ടുള്ള മനസ്സിലാക്കൽ എന്ന് തോന്നുന്നു. അപ്പൊ ഇത് പറഞ്ഞു വെച്ചാൽ ഈ അമൃത് എന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കുംഭമേള വരുന്നത്. അപ്പൊ എന്താണ് ഈ അമൃത് എന്ന് നോക്കാം. അമൃത് എന്നുള്ളത് നമുക്ക് ഈ ബോധോദയം സിദ്ധിക്കുമ്പോൾ, എൻലൈറ്റ്മെന്റ് സിദ്ധിക്കുമ്പോൾ ആ അവസ്ഥയിൽ, ആ അവസ്ഥ നേരത്തെ 1-2 വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. മോക്ഷം, നിർവ്വാണം, ബോധോദയം എന്നൊക്കെയുള്ള അവസ്ഥ എന്ന് പറയുന്നത് നമ്മളുടെ നാഡീകോശങ്ങളിലൂടെ താഴേക്ക് ഒഴുകുന്ന ഊർജം അത് സുഷുമ്നയിലൂടെ മുകളിലേക്ക് ഒഴുകി നമ്മളുടെ മസ്തിഷ്കത്തിൽ അതിൻ്റെ കേന്ദ്രത്തിലുള്ള പീനിയൽ ഗ്ലാൻഡിൽ എത്തിച്ചേരുന്നതാണ്. അങ്ങനെ പീനിയൽ ഗ്ലാൻഡിൽ ആ ഊർജം എത്തിച്ചേരുമ്പോൾ പീനിയൽ ഗ്ലാൻഡ് അതിൻ്റെ ഉത്തേജിതമാവുകയും പരമാവധി അതിൻ്റെ പ്രവർത്തനശേഷി കൈവരിക്കുകയും ചെയ്യുന്നു. അവിടെ അങ്ങനെ കൈവരിക്കുന്ന സമയത്ത് പീനിയൽ ഗ്ലാൻഡ് അതിൻ്റെ ഹോർമോണുകളെ, അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദനവും പരമാവധിയിൽ എത്തിച്ചേരുകയാണ്. ഈ ഹോർമോൺ, പീനിയൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തന്നെയാണ് നമ്മളുടെ നാഡികളിലൂടെ അല്ലെങ്കിൽ രക്തത്തിലൂടെ ഇറങ്ങി വരുന്നത്, മസ്തിഷ്കത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അത് തൊണ്ടയിൽ വെച്ച് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതിനെയാണ് അമൃത് എന്ന് പറയുന്നത്. അപ്പോൾ പീനിയൽ ഗ്ലാൻഡൊക്കെ ആക്ടിവേറ്റ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗം സിദ്ധിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ യോഗം സിദ്ധിക്കുന്ന അവസ്ഥയിൽ മനുഷ്യൻ, സാധാരണ മനുഷ്യൻ ദൈവതുല്യനായി മാറുന്നു. ബോധോദയം പ്രാപിച്ച ആള് സാധാരണ മനുഷ്യനേക്കാൾ
ഒരുപാട് ഉയരത്തിലുള്ള മനുഷ്യനാണ്. അപ്പൊ അവരെയാണ് ദൈവതുല്യരായിട്ടുള്ള മനുഷ്യരായിട്ട് അവർ മാറുകയാണ്. അവരുടെ ക്വാളിറ്റീസ് അത്രയും ഉയർന്നതായിരിക്കും. അപ്പൊ ഈ ഹോർമോണ് പീനിയൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ രക്തത്തിൽ കലർന്ന് അല്ലെങ്കിൽ നാഡികളിലൂടെ നമ്മുടെ തൊണ്ടയിൽ വെച്ചിട്ട് നമുക്കത് രുചിക്കാൻ കഴിയും. അപ്പോൾ അത് സാധാരണക്കാർക്ക് അത് ലഭ്യമല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഇത് വളരെ നിഗൂഢമായിട്ടുള്ള ഒരു സംഭവമായിട്ട് അവശേഷിക്കുന്നു. കാരണം അതിന്റെ രുചി അറിഞ്ഞവർ വളരെ വിരളമാണ്. വളരെ വിരലിലെണ്ണാവുന്ന എൻലൈറ്റഡ് ആയിട്ടുള്ള ആൾ. ഇപ്പോൾ കോടിക്കണക്കിന് ആളുകൾ യോഗം പ്രാക്ടീസ് ചെയ്യുമ്പോൾ വിരലിലെണ്ണാവുന്ന ആളുകൾക്കാണ് അത് യോഗം സിദ്ധിക്കുന്നത്, ആ ആനന്ദാനുഭൂതി സിദ്ധിക്കുന്നത്. അങ്ങനെ അത് സിദ്ധിക്കുമ്പോൾ ഈ സഹസ്രാരം വിരിയുക എന്നൊക്കെ പറയുന്ന ശിവശക്തി സംയോഗമൊക്കെ നടക്കുക എന്ന് പറയുന്ന എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് ആ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അമൃത്. അതിന് ഉപ്പിന്റെയും ചവർപ്പിന്റെയും പുളിയുടെയും മധുരത്തിന്റെയും ഒരു സമ്മിശ്രമായ രുചിയാണ്. അത് തൊണ്ടയുടെ ബാക്കിൽ നമുക്ക് ആ അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. പക്ഷെ നമുക്കത് പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല. നമ്മുടെ ശരീരത്തിനകത്തൂടെ അത് പ്രവഹിക്കുന്ന അതിന്റെ രുചി നമുക്ക് തൊണ്ടയിലകത്ത് വെച്ചിട്ട് അറിയാൻ കഴിയും. ഈ അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ അമൃത് എന്ന് പറഞ്ഞാൽ അമരത്വത്തിന്റെ ആ അമൃത് ലഭിച്ചു കഴിയുമ്പോൾ അമരത്വം, മരണമില്ലായ്മയാണ് വരുന്നത് എന്നാണ്. അതാണ് അതിന്റെ ഐതിഹ്യം. അമൃത് പറഞ്ഞാൽ മരണത്തെ വെല്ലാൻ പോകുന്ന ഔഷധമാണ്. ഇവിടെ അതിന്റെ അർത്ഥം എന്താണ്? അപ്പം ഈ അമൃത് ലഭിച്ചാൽ അവനവന്റെ ശരീരത്തിലൂടെ ഈ വഹിക്കുന്ന ഈ ഹോർമോൺ അതിന്റെ രുചി നമ്മൾ അറിയാൻ തുടങ്ങിയാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി, ആരോഗ്യം അതൊക്കെ വർദ്ധിക്കും. നമ്മുടെ ആയുസ് ദീർഘമാവും. വളരെയധികം കാലം മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഈ അവസ്ഥയിലെത്തിയ യോഗികളാണ് അനേക വർഷങ്ങൾ ജീവിച്ചിട്ടുള്ള ആളുകൾ. അപ്പോൾ അതുകൊണ്ടാണ് അതിന് അമരത്വം ലഭിക്കുന്നതെന്ന് പറയാൻ കാരണം. ഇങ്ങനെ ഈ അമൃത രുചി ലഭിച്ച ആൾക്ക് രോഗങ്ങളൊന്നും ബാധിക്കില്ല, അത്രയും ആരോഗ്യമായിരിക്കും. കാരണം മൊത്തം നാഡീവ്യവസ്ഥ അതിന്റെ പരിപൂർണമായ ഉത്തേജിത അവസ്ഥയിലായതുകൊണ്ട് തന്നെ രോഗങ്ങളൊന്നും കാര്യമായി പെട്ടെന്ന് അവരെ മരണത്തിലേക്ക് എത്തിക്കില്ല. അപ്പോൾ ആ ദീർഘായുസ് ലഭിക്കുന്നതുകൊണ്ടാണ് അമരത്വം ലഭിക്കുന്നതെന്ന് പറയുന്നത്. ഇത്തരത്തിൽ യോഗയുമായി ബന്ധപ്പെട്ട അനേക രഹസ്യങ്ങൾ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പുസ്തകമാണ് തുരീയം ബോധോദയത്തിന്റെ രാസവിദ്യ എന്നത്. ഇന്നേ വരെ മറ്റൊരു ഗ്രന്ഥത്തിലും പ്രതിപാദിച്ചിട്ടില്ലാത്ത അത്രയും രഹസ്യ വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് ലഭ്യമാവും. ഈ പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ്, പിൻ നമ്പർ സഹിതം വാട്സാപ്പ് ചെയ്യുക.